ഈ വചനം ഇറങ്ങിയ ആ ഒരു കാലഘട്ടം, ആ ഒരു വർഷത്തിൽ തന്നെ 89 തന്നെ മുദ്ര എന്ന് പറഞ്ഞ സിനിമ വരുന്നു. അതുപോലെ കുടുംബപുരാണം സത്യനന്ദിക്കാണ്ട്, അങ്ങനെ കുറേ പടങ്ങൾ വരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള പാട്ടായിരുന്നു മുദ്രയിലെ പുതുമഴയായി പൊഴിയാം എന്ന് പറഞ്ഞ ഗാനം. ജുവനൈൽ ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റ്. മമ്മൂക്കയാണ് അതിലെ ഒരു നായകൻ എന്ന് പറഞ്ഞാലും ഈ കുട്ടികളാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. MG ശ്രീകുമാറാണ് അത് പാടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഒരുപാട് റീൽസിലൊക്കെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മൂഡിൽ വരുന്ന സമയത്ത് റീൽസിനൊക്കെ ഈ പുതിയ ജനറേഷൻ ആണെങ്കിലും കട്ട് ചെയ്തിടുന്ന ഒരു പാട്ടാണ് പുതുമഴയായി പൊഴിയാം. ലോഹിദാസും സിബി മലയിലും വേറൊരു സ്കൂളായിരുന്നല്ലോ, ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? മുദ്ര എന്ന് പറഞ്ഞ പടത്തിലെ കമ്പോസിങ് നമ്മൾ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ലോഹിയേട്ടൻ വന്ന് സിറ്റുവേഷനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കമ്പോസ് ചെയ്ത് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. സിബിയും കേൾക്കാറുണ്ടായിരുന്നു, അവർക്ക് പാട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ റെക്കോർഡിങ് തരങ്ങിടിലായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പം ഞാൻ ഈ പാട്ട് ഹരിഹരനെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു സോഫ്റ്റ് വോയിസ് എന്നാൽ ഈ പാട്ടിന് കുറച്ചും കൂടി ഒരു ഇടുപ്പുണ്ടാവും. അങ്ങനെ ഞാൻ ഹരിഹരനൊക്കെ ഫോൺ ഓൺ ചെയ്തു. അപ്പോൾ പുള്ളി ഭയങ്കര ബിസിയാണ്. പിന്നെ ആരാണെന്ന് നോക്കിയപ്പോൾ MG ശ്രീകുമാറാണ് മലയാളത്തിൽ. അങ്ങനെ പിന്നെ MG ശ്രീകുമാറിനെ കൊണ്ട് പാടിപ്പിച്ചു. MG ശ്രീകുമാറിൻ്റെ അതിമനോഹരമായി പാടി. അതും തരങ്ങണി എനിക്ക് ഓർമ്മയുണ്ട്, കംപ്ലീറ്റ് വിയർത്ത് കുറിച്ചിട്ടൊക്കെ. അന്ന് ഹാളങ്ങനെ AC ഒന്നും ഇല്ലായിരുന്നു. വളരെ രസമായിരുന്നു ആ കമ്പോസിങ് കാര്യങ്ങളൊക്കെ, റെക്കോർഡിങ് ഒക്കെ.